എല്ലാവർക്കും ബ്രെയിൻ സയൻസിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു ബഗ്ഗിയാണ്, ഒരു ടോയ് ഗ്രേഡ് ഒരു ബഗ്ഗിയാണ്. JJRC 73 എന്നാണ് അതിൻ്റെ മോഡൽ നെയിം. വേറെ പ്രത്യേകിച്ച് വാലും തുമ്പൊന്നുമില്ല. JJRCയുടെ ബ്രാൻഡിൻ്റെ ഒരു 73 എന്ന് പറഞ്ഞൊരു ബഗ്ഗി മോഡൽ. സോ ഇതൊരു ടോയ് ഗ്രേഡ് ബഗ്ഗിയാണ്, 4 വീൽ ഡ്രൈവ് ആണ്. 120 സ്കെയിൽ എന്നാണ് ഇത് പറയുന്നത്. സോ ഇത് നമ്മൾ മേടിച്ചത് ബാംഗ്ലൂരിൽ നിന്നാണ്. ഏകദേശം 1400 സംതിങ് ആയിരുന്നു, പ്ലസ് ഒരു 300 സംതിങ് ഷിപ്പിംഗ്. അപ്പോൾ ഒരു 1700-1800 താഴെ കിട്ടുന്ന ഒരു മോഡലാണ്. 2.4 GHz ആണ് ഇതിൻ്റെ റേഡിയോ കൺട്രോള്. അപ്പോൾ ഇത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു PUBGയിലൊക്കെയുള്ള നമ്മുടെ ആ ഒരു ബഗ്ഗിയുടെ ഓൾമോസ്റ്റ് ലുക്ക് ലൈക്ക് എന്ന് പറയാം. ഒഫീഷ്യൽ ഇതൊന്നുമില്ല, ലൈസൻസിൽ ബോഡിയോ കാര്യങ്ങളോ ഒന്നുമല്ല, ഒരു ക്ലോൺ എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ ഈ യെല്ലോ കളർ കാണുമ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഓൾമോസ്റ്റ് എന്നേ പറയാൻ പറ്റുള്ളൂ, ഫുൾ കംപ്ലീറ്റ്ലി അല്ല, ഓൾമോസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ ഒറ്റ ലുക്കിൽ നമുക്ക് ആ PUBGയിലുള്ള ആ ബഗ്ഗിയെ പോലെ തന്നെ തോന്നും. സോ നമുക്കിത് എന്തായാലും ഓപ്പൺ ചെയ്യാൻ വേണ്ടി ബോക്സിൻ്റെ കുറച്ച് സീലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ബോക്സ് വന്ന പാക്കേജിങ് ഒരു ഇത്തിരി ഷോക്കായിരുന്നു. കാര്യം നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും, ബോക്സിൻ്റെ അവിടെ ഇവിടെയൊക്കെ ചെറിയ ചളക്കും തട്ടും മുട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് എന്തായാലും അത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ സൈഡിൽ നിന്ന് തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാം. താഴെയും ഒരു സീലുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പോണേണ്. തുറക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബോക്സിലുള്ള കംപ്ലീറ്റ് സാധനങ്ങൾ നമ്മൾ എംപ്റ്റി ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് ഇതിൽ നിന്ന് തുടങ്ങാം. ബഗ്ഗി ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് ആദ്യം ഇൻസ്ട്രക്ഷൻ മാനുവൽ ഒരെണ്ണം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാർജറും ഇതിൻ്റെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ സ്ക്രൂ ഡ്രൈവറും. അപ്പോൾ ഈ ബാഗിൻ്റെ അകത്ത് 2 കണ്ടൻസേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് ബഗ്ഗിയുടെ അങ്ങോട്ട് തന്നെ വരാം. ഒരു പ്ലാസ്റ്റിക് കേസിങ്ങിലാണ് വരുന്നത്. പ്ലാസ്റ്റിക് പാത്രത്തിൽ വേണമെങ്കിൽ പറയാം സിമ്പിളായിട്ട്. ഇതിനകത്തും സെല്ലോ ടേപ്പൊക്കെ വെച്ച് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് അതും കട്ട് ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബഗ്ഗി. അതുകൂടാതെ ഇതാണ് നമ്മുടെ 2.4 GHz റേഡിയോ. ഓക്കെ, അപ്പോൾ ഇത് സ്വിച്ചാണെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ കേൾക്കാൻ വേണ്ടി പറ്റുമായിരിക്കും. കണ്ടോ, തിരിക്കുമ്പോൾ സ്വിച്ചാണ്. അപ്പോൾ അതിനർത്ഥം എന്താ വെച്ചാൽ ഇത് പ്രൊപ്പോർഷണലൊന്നും അല്ല, തിരിച്ചു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് തിരിയും, അത്രേ ഉള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ ത്രോട്ടിലാണെങ്കിലും സ്വിച്ചിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ അത്രേ ഉള്ളൂ. 2.4 GHz ഒരു ചെറിയൊരു റേഡിയോ ആണ്. അപ്പോൾ ഇതിൽ എനിക്ക് തോന്നുന്നു 2 AA ബാറ്ററി ആയിരിക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും അത് മാറ്റി വെച്ചിട്ട് നമുക്ക് ബഗ്ഗിയിലേക്ക് തന്നെ തിരിച്ചു വരാം. സോ അത്യാവശ്യം കാണാൻ കുഴപ്പമില്ലാത്തൊരു ബഗ്ഗിയാണ്. ഓൾമോസ്റ്റ് ഒരു ഇത്തിരി ദൂരെ നിന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ PUBGയിലുള്ള ആ ബഗ്ഗി പോലെ തന്നെ തോന്നും. പുറകിൽ നമുക്ക് സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ എന്തായാലും ക്ലോസപ്പ് ഷോട്ട് ഞാൻ എന്തായാലും തരാം. പെയിൻറ്റ് വർക്കൊക്കെ ഒരു ഇത്തിരി പണി മുടക്കി പെയിൻറ്റ് വർക്കാണ്. ഇവിടെയൊക്കെ കുറച്ച് ഇതൊക്കെ വേറെ എന്തോ കളറൊക്കെ കാണുന്നുണ്ട്. അതിലൊരു ചീപ്നെസ് തോന്നി. ഓക്കെ, അപ്പോൾ നമുക്ക് ബാറ്ററി കമ്പാർട്ട്മെൻറ്റ് താഴെയാണ്. ഇവിടെയാണ് നമുക്ക് ബാറ്ററി കമ്പാർട്ട്മെൻറ്റ് ഉള്ളത്. അപ്പോൾ ബാറ്ററി കമ്പാർട്ട്മെൻറ്റ് എന്തായാലും നമുക്ക് ഊരി നോക്കാം. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞത് തന്നെ പ്രൊപ്പോർഷണൽ അല്ല. അപ്പോൾ നമ്മൾ ട്രിമ്മൊക്കെ ചെയ്യുന്നത് ഇവിടെ തന്നെയാണ്, സ്റ്റിയറിംഗ് ട്രിമ്മ്. ഓക്കെ, അപ്പോൾ ഈ താഴെയുള്ള നോബിൽ നമ്മൾ തിരിച്ചിട്ടാണ് സ്റ്റിയറിംഗ് ട്രിം ചെയ്യുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് സെൻറ്റർ ആയിട്ടുണ്ട്. ഷോക്ക് കാര്യങ്ങളോ ഒന്നുമില്ല, കണ്ടോ, ഒരു ഷോക്കോ സാധനങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് ഒരു കംപ്ലീറ്റ് ടോയ് ഗ്രേഡ് തന്നെയാണ് ഈ സാധനം, ഈ മോഡൽ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ ബാറ്ററി ഒന്ന് ചാർജ് ചെയ്തിട്ടും ഒന്ന് ടെസ്റ്റും കൂടെ ചെയ്ത് നോക്കാം. ഒരു ചെറിയൊരു ടെസ്റ്റ് ഡ്രൈവ് നമുക്ക് നടത്തി നോക്കാം. ലോങ് റൺ എന്തായാലും വേറൊരു വീഡിയോയിലേ ഉണ്ടാവുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുമായിരിക്കും. അപ്പോൾ ഞാൻ സ്ക്രൂ ഡ്രൈവർ എന്തായാലും പുറത്തെടുത്ത് വെച്ചു. കാര്യം ഇതിലും സ്ക്രൂ ഉണ്ട്, നമ്മുടെ ഈ സാധനത്തിനകത്തും ഒരു സ്ക്രൂ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും അഴിച്ചാൽ മാത്രമേ നമുക്ക് ബാറ്ററി ഇടാൻ വേണ്ടി പറ്റുള്ളൂ. സോ അതെന്തായാലും അഴിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബഗ്ഗിയുടെ ഒരു ക്ലോസപ്പ് ലുക്കിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കാണിക്കാം. നമുക്കറിയാം ബഗ്ഗിയിലുള്ള പോലെ തന്നെ ഒരു ചെറിയൊരു ബക്കറ്റ് സീറ്റ് പോലത്തെ ഒരു സീറ്റ് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ വരുന്ന ഡ്രൈവർ നമ്മുടെ PUBGയുടെ ഹെൽമെറ്റ് പോലെ തന്നെ, കണ്ടോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ശരിക്കും പറഞ്ഞത് ഒരു PUBG ലെവൽ 3 ഹെൽമെറ്റ് പോലെ ഉണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അതുപോലെ തന്നെ ഫ്രണ്ടിലേക്കൊക്കെ വന്നാൽ നമുക്ക് ഓൾമോസ്റ്റ് നമുക്ക് ആ ഒരു ഗെയിമിലുള്ള ആ ബഗ്ഗിനെ തന്നെ നമുക്ക് തോന്നുള്ളൂ, അങ്ങനെ തന്നെ നമുക്ക് തോന്നുള്ളൂ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷേ ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രൊപ്പോർഷണൽ സ്റ്റിയറിംഗോ ത്രോട്ടിലോ ഒന്നുമല്ല. ഇതൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് സ്ക്രൂ എന്തായാലും അഴിച്ചു നോക്കാം.
നല്ല ടൈറ്റ് കണ്ടു. ഈ സ്ക്രൂ ഡ്രൈവർ ഭയങ്കര ചെറിയൊരു സ്ക്രൂ ഡ്രൈവറാണ്. നമുക്ക് ഇത് അഴിക്കാൻ വേണ്ടിയിട്ട് ഇത് ശരിക്കും പറഞ്ഞാൽ മതിയാവില്ല. നമ്മുടെ കൈയൊക്കെ ഒരു പരുവവും മിക്കവാറും അഴിച്ചു വരുമ്പോൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ബഗ്ഗിയുടെ പുറകിലെ സ്ക്രൂവും കൂടെ അഴിക്കാം. അപ്പോൾ നമുക്ക് ബാറ്ററി കമ്പാർട്ട്മെൻറ്റിൻ്റെ അകത്തേക്ക് പോകാനും ബാറ്ററി എന്താണെന്ന് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് പറ്റും. സോ നമ്മൾ അതിൻ്റെ സ്ക്രൂ ലൂസൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ചെറിയ ബാറ്ററിയാണ് നമുക്ക് ഇതിൻ്റെ ഒപ്പം വരുന്നത്. സോ 500 mAh 3.7 വോൾട്ടിൻ്റെ ലിഥിയം അയോൺ ബാറ്ററിയാണ് നമുക്ക് വരുന്നത്. കണ്ടോ, ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് നല്ലൊരു സ്പേസ് ഇതിനകത്തുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ബാറ്ററി വേണമെന്നുണ്ടെങ്കിൽ ഇടാൻ വേണ്ടി പറ്റും. സോ നമുക്ക് എന്തായാലും ഇതൊന്ന് ബാറ്ററി എന്തായാലും കണക്ട് ചെയ്ത് നോക്കാം. ചാർജ് ചെയ്യുന്നില്ല നമ്മൾ. ചാർജിങ് സിമ്പിളാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമുക്ക് ഈ ചാർജിങ് പ്രൊവൈഡർ ആയിട്ടുള്ള ചാർജിങ് കേബിളിനകത്തേക്ക് ഇത് നമ്മൾ കണക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ പവർ ബാങ്കിലോ അല്ലെങ്കിൽ USB നമ്മുടെ ഫോണിൻ്റെയൊക്കെ പവർ ബ്രിക്കിനകത്തേക്ക് കൊണ്ടുപോയി കണക്ട് ചെയ്താൽ മാത്രം മതി. ഓക്കെ, സോ അതുപോലെ തന്നെയാണ് ഇതിനകത്തേക്ക് നമുക്ക് കണക്ട് ചെയ്യാം. ഒരു ലുക്കിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിത് എടുത്തത്. കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു PUBGയുടെ ശരിക്കും ഒരു ബഗ്ഗിയുടെ ഒരു ലുക്ക് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ എടുത്തത് ശരിക്കും പറഞ്ഞത്. ഓക്കെ, സോ നമുക്ക് നമ്മുടെ കൺട്രോളറിലേക്ക് ബാറ്ററി വേണം. ഞാൻ പറഞ്ഞ പോലെ തന്നെ AA ബാറ്ററീസാണ്. നമുക്ക് 2 AA ബാറ്ററി അതിനകത്തേക്ക് ഇട്ടേക്കാം. ഓക്കെ, AA ബാറ്ററീസ് ഇട്ട് സ്ക്രൂ ഒന്നും ഇടുന്നില്ല തൽക്കാലം. നിങ്ങളുടെ കയ്യിൽ വല്ല പിള്ളേരൊക്കെ ഉണ്ടെന്നൊക്കെ ഉണ്ടെങ്കിൽ സ്ക്രൂ ഒക്കെ ഇടുന്ന ഒരു നല്ല കാര്യമായിരിക്കും ഇതിൻ്റെ അകത്തും നമ്മുടെ ഈ കമ്പാർട്ട്മെൻറ്റിൻ്റെ അകത്തും. കാര്യം പിള്ളേരെ അത് തുറക്കാനും പിടിക്കാനും ഒന്നും ഇരിക്കാണ്ടിരിക്കാനാണ്. സോ നമുക്ക് എന്തായാലും നമ്മുടെ റിമോട്ടോ ആദ്യം ഒന്ന് ഓൺ ചെയ്യാം. അതിനുശേഷം നമ്മുടെ ബഗ്ഗി ഒന്ന് ഓൺ ചെയ്യാം. ഓക്കെ, കണ്ടോ, ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്റ്റിയറിംഗ് പ്രൊപ്പോർഷണലൊന്നുമല്ല. ഉണ്ടോ, ഓൾ ഓർ നത്തിങ് ആണ്. അതായത് അതിൻ്റെ മിഡിലൊന്നുമില്ല. നമുക്ക് ചെറുതായിട്ടൊന്നും തിരിക്കാൻ വേണ്ടി പറ്റില്ല. ടോയ് ഗ്രേഡാണ്. അതുപോലെ തന്നെ ത്രോട്ടിലാണെങ്കിൽ പോലും സ്വിച്ചാണ്. കണ്ടോ, അപ്പോൾ അതാണ് നമ്മുടെ ബഗ്ഗി. നമുക്ക് പതുക്കെ ഓടിക്കാൻ പറ്റും നോക്കാം. പതുക്കെ ഓടിക്കാൻ പറ്റൂല. പതുക്കെ ഓടിക്കാൻ പറ്റൂല. ഇപ്പോൾ താഴെ പോയേ. അപ്പോൾ സ്പീഡ് എന്ന് പറയുന്നത് 15 കിലോമീറ്റർ എന്നാണ് പറയുന്നത്. 15 കിലോമീറ്റർ. അപ്പോൾ അത്രയും കിട്ടണമെന്നില്ല. എന്തായാലും നമുക്ക് അതിനടുത്ത് തന്നെ കിട്ടുമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ എന്തായാലും ഫുൾ റൺ വീഡിയോ വേറൊരു വീഡിയോ അടുത്തൊരു എപ്പിസോഡായിട്ട് തന്നെ ചെയ്യാം. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാം. എന്നാലേ നമുക്ക് ഫുൾ ഇതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സോ ഓവറോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചീപ്പായിട്ടുള്ളൊരു ക്വാളിറ്റിയാണ് നമ്മുടെ റിമോട്ട്. അതുപോലെ തന്നെ ബഗ്ഗി ആണെങ്കിലും വലുതായിട്ടൊന്നും ഫങ്ഷനാലിറ്റി ഒന്നുമില്ല. പക്ഷേ ആ ഒരു ലുക്കും ഓൾമോസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് കണ്ടു കഴിഞ്ഞാൽ PUBGയിലുള്ള ബഗ്ഗി തന്നെ എന്ന് പറയുള്ളൂ. ഇത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോയിൽ. കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. സോ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. അതുവരത്തേക്കും ബൈ.